അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിൻ്റെ അടിമകളെ, അതിരറ്റ ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് ഒരു ബലിപെരുന്നാൾ കൂടി ഒത്തുകൂടുവാൻ സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ പെരുന്നാളിന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ പലരും നമ്മുടെ വീടുകളിൽ, നമ്മുടെ നമസ്കാരത്തിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് യാത്രയായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ കൂടെ, ഉറ്റവരുടെ കൂടെ, ഉടയവരുടെ കൂടെ ഒത്തൊരുമിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പല കാരണങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വാർദ്ധക്യം കൊണ്ട്, രോഗം കൊണ്ട്, സാമ്പത്തികം കൊണ്ട്, പ്രവാസം തീർത്ത വേർപാടുകളുടെ വേദനകൾ കടിച്ചമർത്തി കഴിയുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാർ പലരും നമ്മുടെ കൂട്ടത്തിൽ ഇവിടെയില്ല. നമ്മളിവിടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവർ വിദേശത്തിരുന്നു കൊണ്ട് നമുക്ക് ആശംസകൾ നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ വിഷമതകളെല്ലാം അള്ളാഹു നമുക്ക് പരിഹരിച്ച് തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പീഡനങ്ങൾ, കഷ്ടപ്പാടുകൾ, ഉപരോധങ്ങളായിട്ടൊക്കെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ വളരെ സ്വസ്ഥവും സമാധാനവുമായി നല്ല ശീതീകരിച്ച AC ഇട്ട പള്ളിയിലേക്ക് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പെരുന്നാളിങ്ങനെ ഒത്തുകൂടുമ്പോൾ, തിരിച്ചു ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ തകർന്നടിഞ്ഞ കെട്ടിടക്കൂമ്പാരങ്ങൾക്ക് മുമ്പിൽ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ് മുറിവേറ്റ ശരീരവുമായി ഈ പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ കുടിക്കാൻ ഒരു തുള്ളി കുടിനീരില്ലാതെ, ഭക്ഷണമില്ലാതെ കഴിയുന്ന നമ്മുടെ സഹോദരന്മാർ, പടച്ച തമ്പുരാനെ, നീ ഞങ്ങളുടെ എല്ലാ വിഷമതകൾക്കും പരിഹാരമുണ്ടാക്കി തരണമേ തമ്പുരാനെ. തമ്പുരാനെ, ഞങ്ങളുടെ നല്ലതായ എല്ലാ ആവശ്യങ്ങളെയും നീ പൂർത്തീകരിച്ചു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളെയും നീ സ്വീകരിക്കണമേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ തമ്പുരാനെ. മഹത്തായ ഈ ആഘോഷവേളയിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പരിസര പ്രദേശത്തുള്ള ഇസ്ലാമേതര സഹോദരന്മാർക്ക് കൂടി പെരുന്നാളിൻ്റെ സന്തോഷം പങ്കുവെക്കുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. നമ്മുടെ പെരുന്നാളുകൾ അത് മഹത്തായ സാമൂഹിക പ്രതിബദ്ധത ഉറപ്പുവരുത്തുന്നതായിട്ട് മാറണം. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും, 2 ആഘോഷങ്ങളാണല്ലോ നമുക്കുള്ളത്, ഒന്ന് ചെറിയ പെരുന്നാൾ, ഒന്ന് പെരുന്നാൾ. ഈ 2 ആഘോഷങ്ങൾ ഈ സമൂഹത്തിൻ്റെ നമ്മിൽ പരിമിതപ്പെടാതെ കണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി വിട്ടുകിടക്കുവാൻ, അത് മാലോകരുടെ ആഘോഷമായിട്ട് മാറാൻ കഴിയണം. ഹജ്ജിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷണിക്കുമ്പോൾ പറയുന്നത് അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളിലേക്കാണല്ലോ ഇത് വിളംബരം ചെയ്യുന്നത്. ഈ വിളംബരം ചെയ്യപ്പെടുന്നത് ജനങ്ങൾ ഏറ്റെടുക്കുകയും നമ്മുടെ ഈ പെരുന്നാളിൻ്റെ ഭാഗമായി മാറാനുള്ളൊരു അവസരം അവർക്ക് ലഭിക്കുകയും വേണം. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ദൗത്യപൂർത്തീകരണ വേളയെ അതിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് അല്ലാഹ് പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വിദായിൽ തന്റെ റസൂലിന്റെ ഹജ്ജിന് വിരാമം കുറിച്ചുകൊണ്ട്
റസൂൽ അറിയിക്കുന്ന സന്ദേശം ലിതകൂനു ശുഹദാ അലന്നാസ്, നമ്മെ ജനങ്ങൾ സാക്ഷ്യം വഹിക്കണം. നമ്മൾ ആഘോഷിക്കുമ്പോഴായാലും, നമ്മൾ സന്തോഷിക്കുമ്പോഴായാലും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴായാലും, നമ്മൾ പ്രയാസപ്പെടുമ്പോഴായാലും ഇവിടുത്തെ ജനങ്ങൾ അതറിയണം. ജനങ്ങൾക്ക് കൂടി അതിൽ പങ്കെടുക്കാൻ, അതിൽ പങ്കുചേരാൻ നമുക്കൊരു അവസരം നമ്മൾ സൃഷ്ടിക്കണം. നമ്മുടെ പെരുന്നാളുകൾ എന്താണ്, പെരുന്നാളുകൾ നൽകുന്ന സന്ദേശമെന്ന് ജനങ്ങൾക്കറിയാൻ കഴിയണം. എന്താണ് ഇസ്ലാമിന്റെ ഇസ്സത്ത്, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്കറിയാൻ കഴിയണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിളിക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഹജ്ജിൽ മരുപ്രദേശത്ത് ഇലകൾ പോലും ഇല്ലാത്ത, ചെടികളില്ലാത്തിടത്ത്, ജന്തുക്കളില്ലാത്തിടത്ത് നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹജ്ജിനെ വിളിക്കുന്നത്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ആ വിളി കേട്ടുകൊണ്ട് 4000 വർഷങ്ങൾക്കിപ്പുറം 20 ലക്ഷത്തോളം ആ ജനങ്ങൾ ഒത്തുകൂടുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിളി കേട്ടായിരുന്നുവല്ലോ, ആ പ്രാർത്ഥന കേട്ടിട്ടായിരുന്നല്ലോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മില്ലത്ത് ഏറ്റെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശീലങ്ങൾ, ജീവിത രീതികൾ, ഇസ്ലാമിന്റെ ഓരോ അടയാളങ്ങളും മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അവസാനത്തെ ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഉൽ ആഇബൽ ഹാദിർ, നിങ്ങൾ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കട്ടെ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ മില്ലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ മില്ലത്തും സുന്നത്തും ഇത്തിബാ ചെയ്ത അനുയായികളാണല്ലോ ഇത്തിബാഉൽ മുസ്ലിമീൻ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾക്കിത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് പെരുന്നാൾ മൈതാനിയിലേക്ക് ഋതുമതികൾ പോലും കടന്നു വന്നുകൊണ്ട് ഈ പെരുന്നാളിനെ നമ്മൾ അടയാളപ്പെടുത്തണമെന്ന് പറഞ്ഞത്. ജനങ്ങൾ അറിയണം ഈ സന്ദേശത്തിന്റെ മഹത്വം, ഈ തക്ബീറിന്റെ മഹത്വം. ഈ തക്ബീറിന്റെ നാദനുണ്ടല്ലോ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ഇലാഹുമില്ല, ഒരു ശക്തിയുമില്ല ലോകത്ത് അല്ലാഹു അല്ലാതെ, വലില്ലാഹിൽ ഹംദ്, അവനാണ് സ്തുതി. എന്റെ ജീവിതത്തിന്റെ എല്ലാ സമർപ്പണങ്ങളും ആ അല്ലാഹുവിനാണ് എന്ന് പറയുന്ന അല്ലാഹുവുണ്ടല്ലോ ഈ തക്ബീറിന്റെ നാദൻ. ആ നാദൻ മാലോകരുടെ നാദനാണെന്ന്, ലോകത്തിന്റെ നാദനാണെന്ന് ജനങ്ങൾ അറിയട്ടെ. റബ്ബിന്നാസ്, ഇലാഹിന്നാസ്, മലിക്കിന്നാസ്, ജനങ്ങളുടെ നാഥനാണ്, ജനങ്ങളുടെ ഇലാഹാണ്, ജനങ്ങളുടെ രാജാവാണ്. ഇത് ലോകജനം കണ്ടറിയണം. അല്ല, ആ സൃഷ്ടാവിന്റെ സൃഷ്ടികളായ മനുഷ്യരുണ്ടല്ലോ, മനുഷ്യർ, ആ മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ ആദം ഹവ്വയുടെ മക്കളാണ്. ആ ആദം ഹവ്വ, ആ മക്കൾ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ജീവിത സന്ദേശം തങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ ജീവിത സന്ദേശമാണ്. ഇത് ജനങ്ങളെ അറിയിക്കുക എന്നതാണ്. ജനങ്ങൾ അറിയുക, പെരുന്നാളിനെ ജനങ്ങളെ അറിയിക്കുക എന്ന് പറയുന്ന പെരുന്നാളിന്റെ സന്തോഷം നിലനിൽക്കുന്നത്. അപ്പോൾ മഹത്തായ അല്ലാഹുവിന്റെ മഹത്വം, മഹത്തായ ഈ സന്ദേശത്തിന്റെ മഹത്വം, ഈ സന്ദേശം ഉൾക്കൊണ്ടവരുടെ മഹത്വം, ഇതാണ് തക്ബീർ നമുക്ക് നൽകുന്ന സന്ദേശം. ദൈവിക പ്രധാനമായ ഏകതയാണ് ഈ തക്ബീർ നമുക്ക് നൽകുന്ന സന്ദേശം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വളരെ വേദനയോടുകൂടി ഞാൻ പങ്കുവെക്കുന്നു, ഇസ്ലാമേതര മുഴുവൻ ആഘോഷങ്ങളെയും നമ്മൾ ഇങ്ങോട്ട് ഏറ്റെടുത്തപ്പോൾ, അവരുടെ ആഘോഷത്തിന്റെ ഭാഗമാവാൻ നമ്മൾ തിരക്കിട്ട് ശ്രമങ്ങൾ നടത്തിയപ്പോൾ പോലും നമ്മുടെ ആഘോഷത്തെ അങ്ങോട്ട് പങ്കുവെച്ചു കൊടുക്കുവാൻ, വകവെച്ചു കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരായില്ല. അത് നമ്മളിൽ പരിമിതപ്പെടുത്തി, പാടില്ലാത്തതായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം എന്താണ് പെരുന്നാൾ. പെരുന്നാൾ ആഘോഷമാണ്. ഒരു ആഘോഷത്തെ ആരാധനയാക്കിക്കൊണ്ട്
അതിന് പ്രതിഫലം നൽകുന്ന ഒരു പെരുന്നാൾ തന്റെ അവിടെ വിളിക്കുന്ന മുദ്രാവാക്യം ഒരു പെരുന്നാൾ വിമോചനത്തിന്റെ മുദ്രാവാക്യമാവുക. മനുഷ്യത്വത്തിന്റെ, മാനവികതയുടെ, വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ, ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ, മനുഷ്യ സാഹോദര്യത്തിന്റെ, സമത്വത്തിന്റെ, ഏകതയുടെ സന്ദേശമായിട്ട് ഒരു പെരുന്നാൾ ബലിപെരുന്നാളിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ ഈ പെരുന്നാളിന്റെ സന്ദേശം മാലോകർ അറിയേണ്ടതില്ലേ? നിങ്ങൾ പറയൂ, എന്താണ് ബലിപെരുന്നാളിന്റെ സന്ദേശം? ഇബ്രാഹിം അലൈഹിസ്സലാമയിൽ നിന്ന് തുടങ്ങി ഹജ്ജത്തുൽ വിദാഇലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർത്തിയാക്കുമ്പോൾ റസൂലുള്ളാഹി അലൈഹിസ്സലാമയുടെ പെരുന്നാളിന്റെ സന്ദേശം എന്തായിരുന്നു? ഹജ്ജത്തുൽ വിദാഇലെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ കലണ്ടറുകളിലേക്ക് തൂക്കിയിടാറില്ലേ? മനുഷ്യന്റെ വിമോചനമായിരുന്നു. മനുഷ്യൻ മാറ്റി നിർത്തപ്പെടുന്നിടത്ത്, സ്ത്രീകൾ അവഗണിക്കപ്പെടുന്നിടത്ത്, സാമ്പത്തികമായ പ്രയാസങ്ങൾ, അനീതി നടക്കുന്നിടത്ത് ഒരു ആരാധന മനുഷ്യന്റെ സാമ്പത്തിക വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരമായ സാമ്പത്തിക വിമോചനം നൽകിക്കൊണ്ടാണ് മനുഷ്യന് വിമോചനം പ്രഖ്യാപിക്കുന്ന ഒരു ആരാധന. അത് പെരുന്നാളായില്ലെങ്കിൽ എങ്ങനെയാണ്? പെരുന്നാളാകേണ്ടതല്ലേ? സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ പലിശക്കണിയിൽ, അട്ടിമറിയിൽ, സാമ്പത്തിക ചൂഷണങ്ങളിൽ പെട്ട് നെട്ടോട്ടമോടുന്ന മനുഷ്യന് വിമോചനം വേണ്ടേ? അവന് സന്തോഷം വേണ്ടേ? നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങൾ ആഹ്ലാദിക്കൂ, നിങ്ങൾ കടന്നു വരൂ. വിമോചനത്തിന്റെ ഈ രീതിശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾ അറിയൂ. മനുഷ്യൻ അടിമയാണ്. മനുഷ്യൻ മനുഷ്യന്റെ തന്നെ അടിമയാണ്. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അവൻ ഇവിടെയുള്ള തെരുവുകളിലെ വെള്ളം കുടിക്കുന്നത് പോലും മനുഷ്യൻ തടയുന്നിടത്ത്, തെരുവിൽ ഭക്ഷണം കഴിക്കുന്നിടത്ത്, തെരുവിൽ മനുഷ്യനോടൊപ്പം ഒന്നിച്ചു നിൽക്കുന്നതിന് മനുഷ്യൻ തടസ്സമാകുന്നുവെങ്കിൽ മനുഷ്യന്റെ ജന്മിത്തരത്വം, മനുഷ്യന്റെ മേലാളത്വം, മനുഷ്യന്റെ ഔന്നിത്യം തടസ്സമാക്കുന്നുവെങ്കിൽ നിങ്ങൾ കാണൂ, നിങ്ങൾ വരൂ, കടന്നു വരൂ. മനുഷ്യ വിമോചനത്തിന്റെ, സമത്വത്തിന്റെ, ഐക്യത്തിന്റെ തവാഫ് നിങ്ങൾ കണ്ടില്ലേ? ഹജ്ജില് നിങ്ങൾ കണ്ടില്ലേ? അവിടെ വർഗമുണ്ടോ, വർണ്ണമുണ്ടോ, ജാതിയുണ്ടോ? ഒന്നുമില്ല. എല്ലാവരും ഒരേ മനുഷ്യർ, ഒരേ രക്ഷിതാവിന്റെ സൃഷ്ടികൾ. അതുകൊണ്ട് നിങ്ങൾ കടന്നു വരൂ. അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം? ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ച വിമോചനത്തിന്റെ തൗഹീദിൽ അധിഷ്ഠിതമായ വിമോചനം. നിങ്ങൾ കടന്നു വരൂ, നിങ്ങൾ ഇറങ്ങൂ. ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ജതബാകും. മനുഷ്യന് വിമോചനം നൽകാൻ നിങ്ങൾ ഇറങ്ങി വരൂ. നിങ്ങൾ ഇങ്ങനെ അകത്തളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്, നിങ്ങൾ പോരാളിയായി മാറൂ. ഇവിടെ മനുഷ്യന് പലതും ആവശ്യമുണ്ട്. മനുഷ്യന് വെള്ളം ആവശ്യമുണ്ട്, മനുഷ്യന് അന്നം ആവശ്യമുണ്ട്, മനുഷ്യന് സമാധാനം ആവശ്യമുണ്ട്, മനുഷ്യന് പലതും ആവശ്യമുണ്ട്. അത് തടയപ്പെടുന്നവരിൽ നിന്ന് വാങ്ങിയെടുക്കുവാൻ ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം ഇറങ്ങിയില്ലേ? നിങ്ങളുടെ മുൻഗാമിയായ, നിങ്ങളുടെ മാതൃകാ വ്യക്തിത്വമായ നിങ്ങളുടെ റസൂൽ ഇറങ്ങിയില്ലേ? ഹാത്തിമുൽ അംബിയ മുഹമ്മദ് റസൂലുള്ള ഇറങ്ങിയില്ലേ? ഇബ്രാഹിം വിളിച്ചിടത്തേക്ക്, മുഹമ്മദ് വിളിച്ചിടത്തേക്ക്, ഹാജറ വിളിച്ചിടത്തേക്ക്, ഇസ്മായിൽ വിളിച്ചിടത്തേക്ക്, അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിളിച്ചിടത്തേക്ക് അവരുടെ പിൻഗാമികളായ മുസ്ലിമേ, ജാഹിദു ഫില്ലാ, ഈ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ ഇറങ്ങൂ. അല്ലാഹു വജതബാകും, നിങ്ങളെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നിട്ടോ വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, ജീവിതത്തിന്റെ വ്യത്യസ്ത വഴിധാരയിൽ നമുക്ക് പലതും അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെ നമ്മൾ താഴുകയില്ല, അവിടെ നമ്മൾ ഭയപ്പെടുകയില്ല, അവിടെ നമ്മൾ കുലുങ്ങുകയില്ല. ആരെയും കൂസാക്കാതെ ഉറച്ചു നിൽക്കാനുള്ള ഈമാനിന്റെ കരുത്തുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഇതാരുടെ ഗുണമാണ്? നമ്മൾ പറയൂലേ, ഇതവന്റെ ബാപ്പാടെ ഗുണമാണെന്ന് പറയൂലേ? ചിലത് കാണുമ്പോ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, ഇത് നിങ്ങളുടെ ബാപ്പയുണ്ടല്ലോ, പിതാവായ ഇബ്രാഹിമിന്റെ ഗുണം. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ,
നിങ്ങൾക്ക് ഈ ഗുണവിശേഷണമുള്ള നിങ്ങൾക്ക് പേര് വെക്കപ്പെട്ടത് എന്താണെന്നോ? നിങ്ങൾക്ക് മുസ്ലിം എന്നാണ്. നിങ്ങളെ ഇല്ലാതെയാക്കാൻ കഴിയില്ലാട്ടോ. നിങ്ങൾ അങ്ങനെ ഭയപ്പെടുന്നുണ്ടോ? ഇവിടെ മാറ്റി നിർത്തുന്നിടത്ത്, മതത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നിടത്തിലേക്ക്, ഈ പ്രപഞ്ച വിശാലതയോളം പരന്ന ഈ വിമോചനത്തിലേക്ക്, ഈ പ്രകൃതി മതത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. എന്തിന്റെ വേണ്ടി? മനുഷ്യന്റെ വിമോചനത്തിലേക്ക് വേണ്ടി, തൗഹീദിൽ അധിഷ്ഠിതമായ വിമോചനത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഇല്ലാതെയാകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ അഗ്നിയിലിടാൻ നോക്കിയില്ലേ? ഇബ്രാഹിമിനെ ഇല്ലാതെയാക്കാൻ നോക്കിയില്ലേ? ഒരുപാട് പ്രവാചകന്മാരെ ഇല്ലാതെയാക്കാൻ നോക്കിയില്ലേ? മുഹമ്മദിനെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെയായി പോയിട്ടില്ലാട്ടോ. അവരെ ഇല്ലാതെയാക്കാൻ പറ്റാത്തിടത്ത് അവരുടെ ഇളം തലമുറകളായ നമ്മളെ ഇല്ലാതാക്കുവാൻ കഴിയുകയില്ല എന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഉറപ്പാണ്. ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ കൂടി നമുക്ക് അഭയം നൽകുന്നിടത്തേക്ക് നമ്മൾ ഉയർന്നു വന്നിട്ടുള്ളവർ, ആട്ടിപ്പുറത്താക്കവർ, മാറ്റി നിർത്തപ്പെട്ടവർ, അഗ്നിക്കിരയാക്കപ്പെട്ടവർ, ഇവർക്ക് വിമോചനം നൽകിക്കൊണ്ട് ഇവർ ലോക നേതൃത്വത്തിന്റെ ഉച്ചിയിലേക്ക് കടന്നു വരുവാൻ പോകുന്നു എന്ന സന്ദേശമാണ് പെരുന്നാൾ നമുക്ക് നൽകുന്നത്. ഇല്ലാതെയാക്കാൻ നോക്കിയവർ ഇല്ലാതെയായില്ലേ? അബൂജഹൽ ഇല്ലാതെയായില്ലേ? അബൂലഹബ് ഇല്ലാതെയായില്ലേ? നമ്രൂദ് ഇല്ലാതെയാക്കി ആയിപ്പോയില്ലേ? എവിടെ സ്റ്റാലിൻ? എവിടെ ചെഷസ്ക്യൂ? എവിടെ ലെനിൻ? എവിടെ ഹിറ്റ്ലർ? ആരുമില്ലാത്തിടത്ത് ഇന്നും ഓർക്കുന്നത് ആരെയാണ്? ഇന്നും ലോകം ഇബ്രാഹിമിനെ ഓർക്കുന്നു അലൈഹിസ്സലാം, ലോകം ഇസ്മായിലിനെ ഓർക്കുന്നു അലൈഹിസ്സലാം, ലോകം ഹാജറെ ഓർക്കുന്നു റളിയല്ലാഹു അൻഹ, ലോകം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നുവെങ്കിൽ വിമോചകന്മാരെയാണ്, മനുഷ്യർക്ക് വിമോചനം നൽകുന്ന, അഭയം നൽകുന്നവരെയാണ് ലോകം ഓർക്കുക. അതുകൊണ്ട് ജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും, നമ്മൾ ഇറങ്ങി വരുവാൻ, നമ്മൾ ഇറങ്ങി വരണം. ലിയകൂന റസൂലു ശഹീദൻ അലൈക്കും, എങ്ങനെയാണ് നിങ്ങൾ ഇറങ്ങേണ്ടതെന്ന് റസൂൽ പഠിപ്പിച്ചു. നിങ്ങൾ ജിഹാദ് ചെയ്യാൻ സന്നദ്ധരാകുക. ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദം, ഇന്നും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദം മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ജിഹാദിനിറങ്ങൂ. ഇബ്രാഹിം അലൈഹിസ്സലാം ജിഹാദിനിറങ്ങി, ഒരായുധം പോലും കയ്യിലില്ലാതെ. എന്നിട്ട് നിരായുധനായി നിന്നുകൊണ്ട് അദ്ദേഹം ഈ ജിഹാദ് പൂർത്തീകരിച്ചെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിനിറങ്ങി. അവസാനം മക്കം ഫതഹിൽ ഒരായുധം പോലും കയ്യിലില്ലാതെ, ഒരു തുള്ളി രക്തം ചിന്താതെ ഈ വിമോചനത്തിന്റെ രീതിശാസ്ത്രം ജനങ്ങളിലേക്ക് എത്തിച്ചുവെങ്കിൽ, നിരായുധരായൊരു സമൂഹമേ, ആയുധമില്ലാതെ ജിഹാദിനിറങ്ങാൻ കഴിയുന്ന ഒരേ ഒരു വിഭാഗം നമ്മളാണ്. നമ്മുടെ ആയുധം എന്താണ്? നമ്മുടെ ആയുധം നമ്മുടെ ആദർശമാണ്. ആരുടെ മുമ്പിലും കുലുങ്ങാതെ ആരെയും പ്രതിരോധിക്കാനുള്ള ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ തക്ബീറിൽ ചൊല്ലുന്നു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബറാണ് നമ്മുടെ ആയുധം. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇബ്രാഹിം പ്രവാചകൻ ഉയർത്തിപ്പിടിച്ചു അലൈഹിസ്സലാം. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിപ്പിടിച്ചു. നമ്മളും അത് ഉയർത്തിപ്പിടിക്കണം. അല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കത്തി ഉയർത്തിപ്പിടിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കത്തി ഉയർത്തിപ്പിടിച്ചിരുന്നു. അത് ജനങ്ങളെ കൊല്ലാനുള്ളതായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിപ്പിടിച്ചിരുന്ന കത്തി, ആയുധം പറഞ്ഞു, നിങ്ങൾ ഈ ആയുധം കൊണ്ട് ജനങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ളതല്ല, രക്തം ചിന്താനുള്ളതല്ല, മറിച്ച് വിശപ്പിന്റെ വയറിനുള്ള മോചനമായി മാറണം, വിശക്കുന്നവരുടെ അന്നമായി മാറണം നിങ്ങളുടെ ആയുധം. അതുകൊണ്ട് നിങ്ങൾ കത്തി ഉപയോഗിച്ച് അറുക്കൂ, നിങ്ങൾക്ക് ആഹാരമായ ബലിമൃഗത്തെ അറുക്കൂ. ബലി പെരുന്നാളിന്റെ സന്ദേശം, ഒരു കാരണവശാലും മനുഷ്യൻ ഇവിടെ ആക്രമിക്കപ്പെടാൻ പാടില്ല, മനുഷ്യൻ ഇവിടെ കൊല ചെയ്യപ്പെടാൻ പാടില്ല. ഇവിടെ കൊല ചെയ്യപ്പെടാൻ പാടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്കുള്ള അന്നമായിട്ടുള്ള മൃഗം മാത്രമാണ് എന്നാണ്
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിപ്പിടിച്ച ആയുധം നൽകുന്ന ബലിയുടെ സന്ദേശമെങ്കിൽ നമ്മുടെ ബലിയുടെ സന്ദേശം ഇവിടെ സമാധാനമാണ്, ഇവിടെ സുരക്ഷിതത്വമാണ്, ഇവിടെ സുഭിക്ഷത കളിയാടുന്ന നല്ല നാളെ കുറിച്ചിട്ടുള്ള വിളംബരത്തിന്റെ പ്രഖ്യാപനമായിട്ട് മാറണം എന്ന് നമ്മുടെ പെരുന്നാളുകൾ. അതുകൊണ്ട് വഅ്തസിമൂബില്ല, നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അല്ലറ ചില്ലറ പ്രശ്നം പറഞ്ഞുകൊണ്ട് നമ്മൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. ഫനിഅമൽ മൗല, നമ്മുടെ മൗല, നമ്മുടെ അധികാരി, രക്ഷാധികാരി അല്ലാഹുവാണ്, ഇസ്ലാമാണ് നമ്മുടെ ആദർശം. ഫനിഅമൽ മൗല വനിഅമൻ നസീർ, അവനാണ് നമ്മുടെ സഹായി. ഇത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബലി പെരുന്നാളിന്റെ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ജാഹിദു ഫില്ലാ, മുസ്ലിം എന്ന അർത്ഥത്തിൽ ഇവിടുത്തെ വിമോചനത്തിന് വേണ്ടി നമ്മളെ അടയാളപ്പെടുത്താനുള്ള തുടക്കമാകട്ടെ ഈ പെരുന്നാൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി ഒറ്റവാക്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.